ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസിനെ കുറിച്ചാണ്. ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എപ്പിഡെമിയോളജി, മോർബിഡിറ്റി, ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എപ്പിഡെമിയോളജി എന്താണ്, മോർബിഡിറ്റി എന്താണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ എപ്പിഡെമിയോളജി എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. കമ്മ്യൂണിറ്റി ക്ലാസ്സസിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ എപ്പിഡെമിയോളജിനെ കുറിച്ച്. പക്ഷെ അതെന്താണ് ശരിക്കും നമുക്ക് നോക്കാം. ഡെഫിനിഷൻ: the study of the distribution and determinants of health-related states or events in specified population and the application of this study to the prevention and control of health problems. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ആ പോപ്പുലേഷനിൽ ഡെങ്കു സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയാണ്. എങ്ങനെയാണ് ഡെങ്കു സ്പ്രെഡായത്, എത്ര പേർക്കാണ് ഡെങ്കു സ്പ്രെഡായത്, ആ ഡെങ്കു സ്പ്രെഡായിട്ട് എത്ര ദിവസം ഉണ്ടാവും, എത്ര മാസം ഉണ്ടാവും, അതിൻ്റെ കാൽക്കുലേഷൻസ്, അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതാണ് എപ്പിഡെമിയോളജി. ഈ ഡിസീസ് സ്പ്രെഡാവുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നതിലുപരി എങ്ങനെ നമുക്ക് ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും പഠിക്കുന്നതാണ് എപ്പിഡെമിയോളജി. അതാണ് ഇതിൽ മെയിനായിട്ടും ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ എപ്പിഡെമിയോളജി ഡിഫൈൻ ചെയ്തത് ജോൺ എം ലാസ് 1988 ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഓഥറിൻ്റെ നെയിമോടുകൂടി എഴുതാൻ ശ്രദ്ധിക്കുക, എന്നാലേ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ എപ്പിഡെമിയോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഹെൽത്ത് സർവീസസ്. ഇനി അടുത്തതാണ് മോർബിഡിറ്റി. മോർബിഡിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എനി ഡിപ്പാർച്ചർ, സബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റീവ്, from a state of physiological well-being. The term is used equivalent to such terms as sickness, illness, disability, etc. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോർബിഡിറ്റി എന്ന് വെച്ചാൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 50 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10 ആൾക്കാർക്കും ഫീവർ വന്നു എന്നാണെന്നുണ്ടെങ്കിൽ മോർബിഡിറ്റി 10 ആയിരിക്കും. ഇൽനെസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു വേറൊരു ടേമാണ് മോർബിഡിറ്റി. The disease frequency is measured by incidence and prevalence rates. അതായത് ഈ ഡിസീസിൻ്റെ ഫ്രീക്വൻസി, ഇപ്പോൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിൽ എത്ര പ്രാവശ്യം ഒരു ഡിസീസ് വരുന്നു. ഫോർ എക്സാമ്പിൾ ഡെങ്കു കേസ് ആണെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ എത്ര പേർക്ക് ആ ഒരു പോപ്പുലേഷനിൽ ഡിസീസ് വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ആ ഡിസീസ് ആ പോപ്പുലേഷനിൽ വന്നിട്ടുണ്ട്, എത്ര നേരം ആ ഡിസീസ് ആ പോപ്പുലേഷനിൽ തുടരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. അതിനെക്കുറിച്ച് നമുക്കിനി നോക്കാം. ഇൻസിഡൻസ് is defined as the number of new cases of a disease occurring in a defined population at a specific time period. അതായത് ഇപ്പോൾ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പുതിയ കേസസ്, എത്രത്തോളം പുതിയ കേസസ് ഓഫ് എ ഡിസീസ് വന്നിട്ടുണ്ട് അറ്റ് എ സ്പെസിഫിക് ടൈം പീരീഡ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് സ്പെസിഫിക് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻറ്റു 1000. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ നോക്കണം. അപ്പോൾ എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഈ സ്ലൈഡിലോട്ട് വരാം. ഇമാജിൻ എ വില്ലേജ് വിത്ത് 10,000 പീപ്പിൾ. ഇപ്പോൾ ഒരു വില്ലേജിൽ 10,000 പീപ്പിൾ അവിടെ പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഒരു മാസത്തിൽ 20 ന്യൂ മലേറിയ കേസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഇൻസിഡൻസിൻ്റെ ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് ന്യൂ കേസസ്, അതായത് 20 ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, അതായത് അവിടുത്തെ പോപ്പുലേഷൻ 10,000 ഇൻറ്റു 1000 ഫോർമുലയിലുള്ളതാണ് 2 per 1000 per month. അപ്പോൾ നമുക്ക് ഇൻസിഡൻസ് റേറ്റ് ഓഫ് മലേറിയ അവിടുത്തെ പോപ്പുലേഷനിൽ ആ ടൈം പീരീഡിലുള്ളത് കിട്ടി. എത്രയാണ്?
2 per 1000 per month. അതായത് ദിസ് ടെൽസ് us that malaria is spreading at a rate of 2 new cases per 1000 population per month. ഒരു മാസത്തെ അളവെടുക്കുകയാണെങ്കിൽ ആ ഒരു മാസത്തിൽ 1000 പോപ്പുലേഷനിൽ 2 ന്യൂ കേസസ് ആയിട്ടാണ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇൻസിഡൻസ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻസിഡൻസ് റേറ്റ് എന്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ മെഷർ ദ സ്പ്രെഡ് ഓഫ് ഡിസീസ് ഒക്കറൻസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സാമ്പിൾ മലേറിയ ഡിസീസ് എത്രത്തോളം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റിസ്ക് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പിഡമിയോളജിക്കൽ റിസർച്ച്, അതായത് ഇപ്പോൾ മലേറിയ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അത് മസ്കിറ്റോ ബ്രീഡിങ് എങ്ങനെയാണ്, അവിടുത്തെ പോപ്പുലേഷൻ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, പാത്തോജെൻസിസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ മലേറിയ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും, ഇൻ കേസ് ഇപ്പോൾ ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ ന്യൂ ഏജൻറ്റ്, എൻവയോൺമെൻറ്റ് ചേഞ്ച്, റിപ്പോർട്ടിംഗ് ഇംപ്രൂവ്മെൻറ്റ്. ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏതോ പുതിയൊരു ഏജൻറ്റ്, ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഇൻസിഡൻസിൻ്റെ യൂസസ്. ഇൻസിഡൻസ് റേറ്റിൽ മെയിനായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം, ഇതിൽ നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരിക്കലും ഓൾഡ് കേസസ് ഡിറ്റർമിൻ ചെയ്യില്ല. ആ ഒരു പോപ്പുലേഷനിൽ പുതിയതായിട്ട് എത്ര കേസസ് വന്നു എന്നുള്ളതിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്തത് പ്രിവലൻസ് എന്താണെന്നുള്ളത് നോക്കാം. Prevalence refers to all current cases, new plus existing, present at a given point or period of time in a given population. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗിവൻ പോപ്പുലേഷനിൽ പുതിയ കേസസ് ആയിരുന്നാലും ശരി, പഴയ കേസസ് ആയിരുന്നാലും ശരി, രണ്ടിൻ്റെയും മെഷർ എടുക്കുന്നതിനെയാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സ് 2 ഉണ്ട്, പോയിൻറ്റ് പ്രിവലൻസ് ആൻഡ് പീരീഡ് പ്രിവലൻസ്. പോയിൻറ്റ് പ്രിവലൻസ് എന്ന് പറയുമ്പം ഒരു സ്പെസിഫിക് ടൈം പോയിന്റിൽ, ഫോർ എക്സാമ്പിൾ 1st January അങ്ങനെ. പീരീഡ് പ്രിവലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ 1 year, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന പ്രിവലൻസിനെയാണ് പീരീഡ് പ്രിവലൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. പോയിൻറ്റ് പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷനിൽ ഒരു ടൈം പോയിന്റിൽ, ഒരു സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈമിൽ ഉള്ള ഓൾഡ് ആൻഡ് ന്യൂ കേസസിൻ്റെ മെഷർമെൻ്റ് ആണ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. On 1st January, there are 100 people with hypertension in a population of 10,000. അതായത് ഒരു 10,000 പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് 1st January, അതായത് സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈമിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള 100 പേര് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല പോയിൻറ്റ് പ്രിവലൻസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കേസസ്, ഓൾഡ് പ്ലസ് ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയതായിട്ട് കുറേ പേർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായേക്കാം, ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് അറിഞ്ഞ ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ പ്രിവലൻസ്, പോയിൻറ്റ് പ്രിവലൻസ് 1st January, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പോയിൻറ്റിൽ എത്രയുണ്ട്, 100/10,000 ഇൻറ്റു 100. അപ്പോൾ 1% എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 1st January 1% പോപ്പുലേഷനിലുള്ള ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. പുതിയതും പഴയതും കൂടെ ചേർത്തിട്ട് 1% ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നാണ് പോയിൻറ്റ് പ്രിവലൻസ് കൊണ്ട് നമുക്ക് മനസ്സിലായത്. ഇനി നമുക്ക് പീരീഡ് പ്രിവലൻസ് എന്താണെന്നുള്ളത് നോക്കാം. പീരീഡ് പ്രിവലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് മെഷേഴ്സ് ദ frequency of all current cases, old and new, existing during a defined period of time expressed in relation to a defined population. Point prevalence ആണെങ്കിൽ സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈം 1st January. പക്ഷേ പീരീഡ് പ്രിവലൻസ് ആണെങ്കിൽ ഒരു ടൈം പീരീഡ്, ഇപ്പോൾ ഒരു വർഷത്തേക്ക്, ഒരു മാസത്തേക്ക്, ഒരു ടൈം പീരീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് പീരീഡ് പ്രിവലൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസസ് in a given period of time divided by estimated interval population at risk into 100. നമുക്ക് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു പോപ്പുലേഷൻ എടുക്കാം, അവിടെ 50,000 പീപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. 2021 നമുക്കറിയാമല്ലേ, COVID-19 ഒക്കെ വന്ന സമയമായിരുന്നു. അപ്പോൾ 2021 50,000 ഉള്ള ആൾക്കാരിൽ
300 പീപ്പിൾസിന് കോവിഡ് ഓൾറെഡി ഉണ്ട്. അതിൽ 150 ന്യൂ കേസസ് ആഡായി. അപ്പോൾ മൊത്തത്തിലുള്ള ടോട്ടൽ കേസ് എത്ര? പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉണ്ടായിരുന്നതും മൊത്തത്തിൽ എത്രയാണ്? 150 + 300 450 കേസസ്. അപ്പം ഒരു വർഷത്തിലാണ് 150 പുതിയ കേസസ് ആഡായത്. അപ്പം ടോട്ടൽ കേസസ് 450. ആ ടൈം പീരീഡ് എത്രയാണ്? 1 ഇയർ. മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എത്രയാണ്? 50,000. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്യുമ്പോഴത്തേക്കും 450 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 0.9%. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ 1 ഇയറിൽ ആ 50,000 പോപ്പുലേഷനിൽ 0.9% ആൾക്കാർക്ക് COVID-19 വന്നിട്ടുണ്ട്. ഇതാണ് പീരീഡ് പ്രെവലൻസ്. ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം ഇൻസിഡൻസ് ന്യൂ കേസസ് മാത്രമേ ഡിറ്റർമിൻ ചെയ്യുള്ളൂ. പക്ഷേ പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ന്യൂ ആൻഡ് ഓൾഡ് കേസസ് എത്രയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യും. ഇതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഡിസീസ് എത്രത്തോളം സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഹൈ റിസ്ക് പോപ്പുലേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഇൻ കേസ് COVID-19 സ്പ്രെഡായി എന്ന് വിചാരിക്കുക, നമുക്ക് അതിനനുസരിച്ചുള്ള റിസോഴ്സസ് നമ്മൾ എടുത്ത് വെക്കും അല്ലേ. അപ്പോൾ അത് എത്രത്തോളം വേണം, എത്ര പേർക്ക് വേണം എന്നൊക്കെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ബെഡ്സ്, മാൻ പവർ, മെഡിസിൻസ്, റീഹാബിലിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രിവലൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസിഡൻസിൻ്റെയും പ്രിവലൻസിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. മെഷർമെൻറ്റ്. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ന്യൂ കേസസ് മാത്രമേ ഡിറ്റർമിൻ ചെയ്യുള്ളൂ. ബട്ട് പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ന്യൂ പ്ലസ് എക്സിസ്റ്റിംഗ് കേസസ് മെഷർ ചെയ്യും. ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ. ഇൻസിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റേറ്റാണ്. പ്രിവലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റേഷ്യോ ആണ്. ഞാൻ പറഞ്ഞില്ലേ 0.9%. പെർസെൻറ്റേജ് കണക്കിലായിരിക്കും പ്രിവലൻസ് വരുന്നത്. ഡിനോമിനേറ്ററിൽ ഇൻസിഡൻസിൽ വരുന്ന റിസ്ക് പോപ്പുലേഷനാണ്. ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ റിസ്ക് പോപ്പുലേഷൻ. പക്ഷേ പ്രിവലൻസിൽ വരുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ടൈം റെഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസിഡൻസിൽ ഒരു ടൈം പീരീഡ് ആയിരിക്കും. പക്ഷേ പ്രിവലൻസിൽ സ്പെസിഫിക് ടൈം പോയിൻ്റ് ഉണ്ടാവും, സ്പെസിഫിക് ടൈം പീരീഡും ഉണ്ടാവും. ഇൻസിഡൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്യൂട്ട് ഡിസീസ് ഐഡൻറ്റിഫൈങ് റിസ്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഡെങ്കു കേസ് സ്പ്രെഡ് ആവുന്നു അല്ലെങ്കിൽ മലേറിയ കേസ് സ്പ്രെഡ് ആവുന്നു എന്നുണ്ടെങ്കിൽ പുതിയ കേസസ് അവിടെ അക്യൂട്ടായിട്ട് പെട്ടെന്ന് വരുന്ന ഡിസീസസ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രിവലൻസ് എന്ന് പറയുമ്പം ക്രോണിക് ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഫോർ പ്ലാനിങ് ഹെൽത്ത് കെയർ സർവീസസ്. ഇതൊക്കെയാണ് ഇൻസിഡൻസിനെയും പ്രിവലൻസിനെയും ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും ഇൻസിഡൻസ് എന്താണെന്നും പ്രിവലൻസ് എന്താണെന്നും യൂസസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.